ഇഫ് യു ഡോണ്ട് ഇൻവൈറ്റ് ഹെർ ഷീ വിൽ നോട്ട് കം ടു യുവർ പാർട്ടി. നീ അവളെ വിളിച്ചിട്ടില്ലെങ്കിൽ അവൾ നീ സംഘടിപ്പിക്കുന്ന പാർട്ടിയിലേക്ക് വരികയില്ല. ഇങ്ങനത്തെ സെൻറ്റൻസുകൾ ഒരുപാട് നാം ഉപയോഗിക്കാറുള്ളതാണ് അല്ലേ? ഈ സെൻറ്റൻസ് തന്നെ മറ്റൊരു രൂപത്തിൽ പറയാം. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, അൺലെസ് എന്നുള്ളതാണ്. അൺലെസ് ഷീ വിൽ നോട്ട് കം ടു യുവർ പാർട്ടി അൺലെസ് യു ഇൻവൈറ്റ് ഹെർ. ഒന്നാമത് പറഞ്ഞ സെൻറ്റൻസും രണ്ടാമത് പറഞ്ഞ സെൻറ്റൻസും ഒരേ അർത്ഥമാണ് തരുന്നതെങ്കിലും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്നാമത് പറഞ്ഞ സെൻറ്റൻസിൽ നാം ഉപയോഗിച്ചത് ഇഫ് യു ഡോണ്ട് ഇൻവൈറ്റ് ഹെർ. ഇഫ് എന്നതിൻ്റെ ശേഷം യു ഡോണ്ട് ഇൻവൈറ്റ് ഹെർ എന്ന നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഉപയോഗിച്ചതെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ അൺലെസ് യു ഇൻവൈറ്റ് ഹെർ എന്ന അൺലെസ് എന്നതിൻ്റെ ശേഷം പോസിറ്റീവ് സെൻറ്റൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് മാത്രമേ ഉള്ളൂ ഇതിലുള്ള വ്യത്യാസം. കാരണം അൺലെസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇഫ് നോട്ട് എന്നതാണ്. ഓൾറെഡി ഇതിൽ തന്നെ നെഗറ്റീവ് അടങ്ങിയതുകൊണ്ട് അതിൻ്റെ ശേഷമുള്ള സെൻറ്റൻസിൽ നോട്ട് എന്ന് പറഞ്ഞ് പ്രത്യേകം നെഗറ്റീവ് ആക്കേണ്ടതില്ല. ഓക്കെ, മറ്റൊരു ഉദാഹരണം പറയാം. യു വിൽ നോട്ട് പാസ് അൺലെസ് യു സ്റ്റഡി ഹാർഡ്. നന്നായി പഠിച്ചിട്ടില്ലെങ്കിൽ നീ പാസ്സാവൂല. ഇനി അത് ഇഫ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാലോ, ഇഫ് യു ഡോണ്ട് സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. നമ്മളിത് സാധാരണ ഉപയോഗിക്കുന്നതാണ്. അൺലെസ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടും ഈ സെൻറ്റൻസുകൾ പറഞ്ഞ് ശീലിച്ചാൽ നമ്മുടെ റിപ്പീറ്റേഷൻ ഒഴിവാക്കി നമ്മുടെ സെൻറ്റൻസുകളൊക്കെ ബ്യൂട്ടിഫുള്ളാക്കാൻ സഹായിക്കും. ഓക്കെ, അവസാനം ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഐ വിൽ ഗോ ടു ദ പാർട്ടി അൺലെസ് ഐ ആം ടു ടയേർഡ്. നന്നായി ക്ഷീണിച്ചിട്ടില്ല എങ്കിൽ മാത്രമേ ഞാൻ പരിപാടിക്ക് പോവുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഡിഫറൻസുകൾ മനസ്സിലാക്കാം. ബൈ.